കരിങ്കൊടി പ്രതിഷേധത്തിന് നടുവിൽ യൂത്ത് കോൺഗ്രസുകാരോട് തർക്കിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട റാന്നിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയത്. പോലീസിനോട് മാറി നിൽക്കാൻ മന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു. ആശാ വർക്കേഴ്സ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം. ആദ്യം ആ ദൃശ്യങ്ങളിലേക്കാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഈ ആശാ വർക്കേഴ്സിന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തിയ യൂത്ത് കോൺഗ്രസുകാർ, അതിനു വേണ്ടിയിട്ട് സമരം നടത്തിയവർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആൻമരിയ, ഈ വിഷയത്തിൽ മന്ത്രി ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മന്ത്രി മടങ്ങുകയായിരുന്നു. റാന്നിയിലെ ഒരു ആശുപത്രിയിലെ പരിപാടിയായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. തൊട്ടുപുറകിൽ പ്രമോദ് നാരായണൻ MLA ഉണ്ടായിരുന്നു. എന്തായാലും കരിങ്കൊടി പ്രതിഷേധം നടത്താനെത്തിയ യൂത്ത് കോൺഗ്രസുകാർക്ക് നടുവിലേക്ക് മന്ത്രി എത്തുകയായിരുന്നു. എന്തായാലും ഇതിനിടയിൽ മുദ്രാവാക്യം വിളി തുടർന്നു. അവരോട് സംസാരിക്കാൻ തനിക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പോലീസ് മന്ത്രിക്ക് ചുറ്റും നിന്ന് വലയം തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും മന്ത്രി പോലീസുകാരോട് മുഴുവൻ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഞാൻ സംസാരിച്ചുകൊള്ളാമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസുകാർ ആശാവർക്കർമാരുടെ സമരം 15 ദിവസമായി തുടരുന്നു. അത് തീർക്കാൻ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു മറുപടി, നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് ആശാവർക്കർമാർക്കെന്ന് മന്ത്രി തിരികെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരം അവിടെ മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടന്നു. എന്തായാലും പ്രമോദ് നാരായണൻ MLA അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തി. റാന്നി DYSP ജയരാജ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മന്ത്രി വളരെ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് മടങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മടങ്ങി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടുവിലേക്ക് എത്തി ഈ സമരം ചെയ്യുന്നത് എന്തിനാണ് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ആണ് പത്തനംതിട്ടയിൽ നിന്നുണ്ടായത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തർക്കമൊക്കെ മഞ്ഞുരുകൽ ഉണ്ടായെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ദൃശ്യങ്ങളിലേക്ക് അപ്പോൾ അതിനെ നയപരമായി കൈകാര്യം ചെയ്യാനാണ് മന്ത്രി ശ്രമിച്ചത്. ഇവരൊരു തർക്കം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ? അതെ, എന്തായാലും അത് മഞ്ഞുരുകി അവസാനം എല്ലാ കാര്യങ്ങളും നന്നായി പോയി. പക്ഷേ അടിസ്ഥാനപരമായി അവിടെ ഒരു ആവശ്യം നിലനിൽക്കുകയാണ്, ആശാവർക്കർമാരുടെ സമരം.